വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ഈ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ മൊത്തത്തിൽ ഞാനൊന്ന് പറയാം കുഞ്ഞുങ്ങളെ. കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അന്നേരം എനിക്ക് ആ കമൻറ്റിന് അന്നേരം റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഞാൻ കുറേയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ ആ അറിയാൻ വയ്യാത്തടം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. ആ ചാപ്റ്റർ മനസ്സിലാവാത്തവർക്ക് ഫസ്റ്റ് നോക്കിക്കേ. ഫസ്റ്റ് നമുക്ക് ഒറ്റസംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 9 വരെ അല്ലേ. അപ്പം 1ൻ്റെ സ്ക്വയർ, ഈ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നെ ഒന്നുകൂടി ഇപ്പം 2 എന്ന് പറയുന്നതിനെ അല്ലേ നമ്മൾ 2 വട്ടം ഇൻഡു ചെയ്യുന്നതിനെ നിങ്ങളെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം 2 വട്ടം ഉള്ളതിനാണ് നമ്മൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം 2ൻ്റെ സ്ക്വയർ എത്ര? 4. 3 2 വട്ടം ഉണ്ട്. 3 ഇൻറ്റു 3 9 അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 3ൻ്റെ സ്ക്വയർ. ഇപ്പം മനസ്സിലായോ സ്ക്വയർ എന്തുവാന്ന്? 1ൻ്റെ സ്ക്വയർ 1. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോൾ 1 മാസമായി അല്ലേ നമ്മൾ ഇട്ടിട്ട്. 2ൻ്റെ സ്ക്വയർ 4 3ൻ്റെ സ്ക്വയർ 9 4ൻ്റെ സ്ക്വയർ 16 5ൻ്റെ സ്ക്വയർ 25 6ൻ്റെ സ്ക്വയർ 36 അല്ലേ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. മലയാളം മീഡിയക്കാർ മലയാളം. 7ൻ്റെ 49 8 64 9ൻ്റെ 81 10 100. ഇത്രയും ഓക്കെയാണോ? ഇത്രയും നല്ലതുപോലെ അങ്ങ് പഠിച്ചിരിക്കണം. 9 വരെ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യയുടെ 81, പിന്നെ 10ൻ്റെയാണ് 100. പിന്നെ കുറേ പേരുടെ സംശയം എന്തോന്നറിയാവോ നിങ്ങളെ? ഞാൻ പറയാം. അതായത് ചില കുട്ടികൾ ഞാൻ ചോദിച്ചേക്കുന്നുണ്ട് 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ 100 കേട്ടോ. ഓർത്തോണേ. അങ്ങനെയാണെങ്കിൽ 20ൻ്റെ സ്ക്വയർ വന്നാൽ എങ്ങനെ എഴുതുമെന്നാ? 2ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 2ൻ്റെ 4 അപ്പം 400 കേട്ടോ. 30ൻ്റെ സ്ക്വയർ എത്ര ആണെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ചെയ്യുന്ന രീതി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയൊന്നും വേണ്ട. എന്താ അതിൻ്റെ ഫസ്റ്റ് നമ്പർ നോക്കിയാൽ മതി. 30ൻ്റെ ഇരട്ടി 3ൻ്റെ ഇരട്ടി എത്ര? 9. അപ്പോൾ എത്ര? 900 900. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ എന്തായാലും നിങ്ങളോട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കത്തില്ല. ഞാൻ കണ്ട് കമൻറ്റ് ബോക്സിൽ ഇതുവരെയും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 20ൻ്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുമെന്ന്? 20ൻ്റെ സ്ക്വയർ ചോദിച്ചാൽ 400 കേട്ടോ. നിങ്ങൾ അതിനെ 40ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 16. പിന്നെ എത്ര? 0ൻ്റെ സ്ക്വയർ 0 2 വട്ടം ഉണ്ടെന്നാണ്. 50ൻ്റെ സ്ക്വയർ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 50. 5ൻ്റെ സ്ക്വയർ 25. 0ൻ്റെ സ്ക്വയർ 0 2 കേട്ടോ. ഇപ്പോൾ ആ ഡൗട്ട് മാറിയോ? 60ൻ്റെ സ്ക്വയർ 6 36. 0ൻ്റെ സ്ക്വയർ 2. 70ൻ്റെ സ്ക്വയർ 7 49 2 0. 80ൻ്റെ സ്ക്വയർ 8 64 2 0. 90ൻ്റെ സ്ക്വയർ 9 9 81 2 0. പിന്നെ 100ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ എത്ര ആയിരുന്നു? 100 അല്ലേ. 100ൻ്റെ സ്ക്വയറോ എത്ര കുഞ്ഞുങ്ങളെ? നമ്മൾ 100 എഴുതിയിട്ട് കേട്ടോ. എത്ര 0 ഉണ്ടെന്ന് നോക്കിക്കേ അവിടെ. ഓക്കെ നിങ്ങളെ. 100ന് 2 0 അല്ലേ. ഈ 2 0ൻ്റെ സ്ക്വയർ 2ൻ്റെ ഇരട്ടി എത്ര? 4. അപ്പം 4 0 അല്ലേ. 4 0 1s 10s 100 1000 10,000 വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊരു ഞാൻ കണ്ടു കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റിൻ്റെ ആൻസറുകളാകും നിങ്ങളെ ഈ പറയുന്നതെല്ലാം. ഇപ്പോൾ 30ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അതിനെ നമ്മൾ മറ്റേ രീതിയിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ട. ഓക്കെ ആണോ? സംശയം അറിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് കണക്കിലോട്ട് വരാം. ടെസ്റ്റിനകത്തിൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ? നമുക്ക് ആ ടെസ്റ്റിലെ രീതി തന്നെ വെച്ച് പോകാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് 1/2ൻ്റെ വർഗ്ഗം മീൻസ് സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ എഴുതിയാൽ മതി? 1/2 2 വട്ടം ഉണ്ടെന്നല്ലേ കുഞ്ഞുങ്ങളെ അതിൻ്റെ അർത്ഥം? 1/2ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 2 വട്ടം ഉണ്ടെന്ന്. ഇവിടെ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ നേരെ അതുപോലെ 1 × 1 1 2 × 2 4 ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായോ? ഇപ്പം 2/4ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ? 2/4. ഓർത്തോണേ, നമ്മൾ ഈ ടെസ്റ്റിൽ തന്നത് തന്നെ ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ഓർത്തോ 2/4 2 വട്ടം ഉണ്ട് എന്നതാണ് കേട്ടോ. 2 × 2 4 4 × 4 16 കേട്ടോ. ഇങ്ങനെ എഴുതുന്നതാണ് ഈ ഫസ്റ്റ്. ഞാൻ ആദ്യമത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് തന്നത് ഇങ്ങനെ കോളം
കണ്ടോ, ചതുരഗുണനം എന്ന് പറയുന്നതാണ്. ചതുരഗുണനം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മളോട് 12ന്റെ സ്ക്വയർ എത്ര എന്ന് ചോദിക്കുക. എന്താണ് 12ന്റെ സ്ക്വയർ? ശ്രദ്ധിച്ചിരുന്നോണേ കുഞ്ഞുങ്ങളെ. 12ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 10 അധികം 2 അല്ലേ? 10 അധികം 2 12ന്റെ സ്ക്വയർ, ഇങ്ങനെ നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പം എന്താ 10 അധികം 2 വട്ടം വന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? 10 അധികം 2 വട്ടം വന്നു എന്ന്. അപ്പോൾ നമ്മളെ ചതുരം വരച്ച് വരയ്ക്കാൻ നേരം ഇത്രയും മതി. കണ്ടേ, ഒരു ചതുരം വരയ്ക്കുക, അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇനി 10 അധികം നോക്കിയേ, 10ഉം 2ഉം, ഇവിടെ 10 ഇവിടെ 2 കേട്ടോ. ഇനി ഇവിടെയും 10 ഇവിടെയും 2, ഇത്രയേ ഉള്ളൂ. 10 എന്ന് വെച്ചാൽ 2 വട്ടമുണ്ട്. 10 അധികം 2 12, 10 അധികം 2 12 കണ്ടോ. ഇനി നോക്കിയേ, 10 × 10 100, 2 × 10 20. ഇനി ഇവിടെ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ, കാരണം അല്ലെ 10 × 10 എന്നൊന്നും നമ്മൾ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. മനസ്സിലായോ? ഇങ്ങനെ 10 × 10 100, പിന്നെ ഇത് 2 × 10 20. ഇനി നോക്കി ഈ കോളത്തിൽ 10 × 2 20. മനസ്സിലായോ? 2 × 2 4, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ വലത്തുവശത്ത് എഴുതാം. 100ഉം 20ഉം 120 20ഉം 4ഉം 24. ടോട്ടൽ ചെയ്യുമ്പം 4 4 1 കണ്ടോ, 144 വരും. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഏത് കണക്ക് വന്നാലും ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഈ കോളം വരച്ച് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മനസ്സിലായല്ലോ? ഇനിയും ചെയ്യേണ്ടല്ലോ, മോഡൽ മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ 10 അധികം 3 ആണെങ്കിൽ ഇവിടെ 2 3 ആക്കണം. 10 അധികം 5 ആണെങ്കിൽ ഇവിടെയും 5 ആക്കണം. ഇനി 20 അധികം 5 ആണെങ്കിൽ ഇവിടെ 20 25, ഇവിടെ 20 ഇവിടെ 5. മനസ്സിലായോ? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. അതായത് ഫസ്റ്റിലത്തെ കോളത്തിൽ ആദ്യമേ ചെയ്യുക, രണ്ടാമത്തെ കോളത്തിലെ ചെയ്യുക, എന്നിട്ട് ഇവിടെ ടോട്ടൽ എഴുതുക. അത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ലിങ്കിൽ ഇതെല്ലാം ഇട്ടതാവും നിങ്ങളെ. അഥവാ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണേ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് പേജ് നമ്പർ 11 ചുവടെ പറയുന്ന വർഗ്ഗങ്ങൾ സ്ക്വയർ കാണാൻ നിങ്ങൾക്കുണ്ട്. കണ്ടോ? ഇനി നമുക്ക് നോക്കാം. 64ന്റെ 64ന്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? 60 കേട്ടിരുന്നോണേ കേട്ടോ. 64ന്റെ സ്ക്വയർ. 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്ത രീതി വെച്ച് എങ്ങനെ ചെയ്യാം? 64 എന്ന് പറയുന്നത് 60 + 4, 60ഉം 4ഉം കൂടെ കൂട്ടുമ്പോഴാണ് 64. 64ന്റെ സ്ക്വയർ കാണാം. ഇത് ഞാൻ ഫസ്റ്റ് ലിങ്കിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ. ഇപ്പൊ 64 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 64നെ നമ്മൾ 60ഉം 4ന്റെയും സ്ക്വയർ ആണ് അല്ലേ? 60ന്റെയും 4ന്റെയും സ്ക്വയർ. ഇത് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ ഇതിനൊരു സത്യം പറഞ്ഞാൽ ഇത് ഐഡൻറ്റിറ്റി ആവും നിങ്ങളെ കേട്ടോ. എന്തുവാന്ന് പറയണോ? നിങ്ങൾക്ക് അതുകൂടെ ഞാൻ പറയാം. അപ്പം a+b² എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ a² + 2ab + b² എന്ന ഐഡൻറ്റിറ്റിയാണ് കറക്റ്റ് നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നത് കേട്ടോ. അതെല്ലാവരും ഒന്നും പറഞ്ഞു തന്നിട്ട് കാണത്തില്ല, കാരണം ഐഡൻറ്റിറ്റി വെച്ചാണ് ഈ കണക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് ഇത് പഠിക്കുന്നവർക്ക് അത് എളുപ്പമാണ്. ഇതൊന്ന് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്ന് വെച്ചാൽ a+b² നമുക്ക് 60ഉം 4ഉം അല്ലേ തന്നത്? 60ഉം 4ഉം. 60 എന്ന് പറയുന്നതിനെ a ആയിട്ടും കരുതുക, 4 എന്ന് പറയുന്നതിനെ b ആയിട്ടും കരുതുക. കണ്ടോ? എയും ബിയും അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ a+b² എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെ എഴുതും? 60 അധികം 4ന്റെ സ്ക്വയർ ആണ് അല്ലേ? എ എന്ന് പറയുന്നത് എന്താവും നിങ്ങളെ? 60 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 60ന്റെ സ്ക്വയർ പ്ലസ് ഈ 2 ആണ്, ഈ 2 കാരണം സ്ക്വയറിൻ്റെ 2 ഇൻറ്റു എ എത്ര ആവും നിങ്ങളെ? എ 60 ആണ്. പിന്നെ ഇൻറ്റു ബി എത്ര? ബി 4 ആണ്. പ്ലസ് ബിൻ്റെ സ്ക്വയർ, ബി എത്ര? 4ന്റെ സ്ക്വയർ. മനസ്സിലായോ? ഇതാണ് കറക്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ, അതായത് ഫസ്റ്റ് ഇതങ്ങ് നിങ്ങൾ പഠിക്കട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ 60ന്റെ സ്ക്വയർ a² + 2ab + b². a² + 2ab + b². ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും കേട്ടോ. എന്ന് വെച്ചാൽ a+b² ഞാൻ പഠിപ്പിക്കുന്ന ഭയങ്കര കട്ടിയാണെന്ന് വിചാരിക്കേണ്ട കുഞ്ഞുങ്ങളെ. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റിയിൽ വെച്ച് എങ്ങനെ ചെയ്യാം, കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ഐഡൻറ്റിറ്റി വെച്ച് ആയതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതല്ല നിങ്ങൾക്ക് അല്ലാതെ ഐഡൻറ്റിറ്റി വേണ്ടാതെ ചെയ്യുമെങ്കിൽ നമ്മൾ പറഞ്ഞ രീതി വെച്ച് 64 എന്ന് പറയുന്നത് 60ഉം 4ഉം സ്ക്വയറുമാണ് അല്ലേ? അപ്പം നമ്മൾ ആദ്യത്തെ 60ന്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഈ കിടക്കുന്ന 3
രണ്ടെണ്ണവും കൂടെ ഇൻറ്റു ചെയ്യുക. ഏതൊക്കെയാണ്? 60 × 4 × 2 അല്ലേ? പിന്നെ അവസാനം വന്ന് അതായത് ഇതിനെയും സ്ക്വയർ, 60ൻ്റെ സ്ക്വയറും 4ൻ്റെ സ്ക്വയറും. ആദ്യം 60ൻ്റെ സ്ക്വയർ എഴുതുക, അവസാനം 4ൻ്റെ സ്ക്വയർ എഴുതുക. അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് പറയാം. ഫസ്റ്റിൽ 60ൻ്റെ സ്ക്വയർ എഴുതുക, ലാസ്റ്റിൽ 4ൻ്റെ സ്ക്വയർ എഴുതുക കേട്ടോ. എല്ലാം കൂടെ പുകഞ്ഞു പോയോ? ഇത്രയേ ഉള്ളൂ. ഇനി 6ൻ്റെ സ്ക്വയർ, 6 6 36. എന്നിട്ട് 0ൻ്റെ സ്ക്വയർ 0 രണ്ടെണ്ണം പ്ലസ് 2 6 12 അല്ലേ? 12 4 48 480 പ്ലസ് 4ൻ്റെ സ്ക്വയർ 4 16 അല്ലേ? അപ്പോൾ എത്ര? 3600 480 16 6 8 1 9 6 4 10 3 1 4 4096 കിട്ടും. നിങ്ങൾ ഏത് രീതി വേണമെന്ന് ചെയ്യാൻ വെറുതെ ഐഡൻറ്റിറ്റി മനസ്സിലായില്ലെങ്കിൽ സ്കിപ്പ് വിട്ടേരാ കുഞ്ഞുങ്ങളെ. ഇനി അതും ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ആവായിരിക്കും. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഒന്നും അത് പറയുന്നില്ല. ഈ ഐഡൻറ്റിറ്റി വെച്ചാൽ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാരണം തെറ്റുമോ അല്ലെ എന്നുള്ള ഒരു ഇതുകൊണ്ട് ആരും ഇത് പറയാത്തത് കേട്ടോ. അപ്പം അറിയത്തില്ലെങ്കിൽ നിങ്ങളത് വിട്ടേരെ. മനസ്സിലാവുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അതായത് ഇക്വേഷൻ വെച്ചിട്ട് കണക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? നമുക്ക് അടുത്ത ചെയ്യാം. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വിട്ടേരോ നിങ്ങളെ. ഇത് നമ്മുടെ എക്സസൈസിലെ ഒന്നാമത്തെ. അടുത്ത് നോക്കിയാൽ 35ൻ്റെ സ്ക്വയർ. 35നെ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 5ൻ്റെ സ്ക്വയർ. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഫസ്റ്റും ലാസ്റ്റും, ഫസ്റ്റിലത്തെ 30ൻ്റെ സ്ക്വയറും ലാസ്റ്റിലത്തെ 5ൻ്റെ സ്ക്വയറും അത് എഴുതാൻ അറിയാമല്ലോ ഇല്ലയോ? ഫസ്റ്റ് 30ൻ്റെ സ്ക്വയറും ലാസ്റ്റ് 5ൻ്റെ സ്ക്വയറും. ഇനി 35 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതുന്നത്? 30ഉം 5ഉം സ്ക്വയറും. അതിനെ 3നെയും ബ്രാക്കറ്റിൽ കയറ്റാം. ഇങ്ങനെയാവും നിങ്ങൾ എഴുതുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ക്വയറിനെ എടുക്കാം. 2 × 30 × 5 ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ ഫസ്റ്റും ലാസ്റ്റ് ഇത് നോക്കണം, ഇത് രണ്ടും പ്ലസ്സാണ്. എല്ലാവർക്കും ഈ സൈൻ ഒരു പ്രശ്നമായിട്ട് വരരുത് കേട്ടോ. ഓക്കെ ആണോ? അത് രണ്ടും പ്ലസ്സാണ്. നോക്കാം. 30ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9 900 കേട്ടോ. 3ൻ്റെ സ്ക്വയർ 9. ഈ 0ൻ്റെ സ്ക്വയർ 2 0 പ്ലസ് 2 3 6 6 5 30 അല്ലേ? അപ്പം 300 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. അപ്പം 900 300 25 5 2 9 3 12. അപ്പോൾ എത്ര ഉണ്ടോ? 12 25 ആവും നിങ്ങളെ അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? ഇപ്പോൾ മനസ്സിലായോ? ഇത് അതായത് a² + 2ab + b² കണ്ടോ? അതാ സംഭവം. a² + 2ab + b². എയും ബിയും കേട്ടോ. കുറേ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും കേട്ടോ. അതാ സംഭവം. അപ്പോൾ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ നമ്മുടെ ടെസ്റ്റിലെ 47ൻ്റെ സ്ക്വയർ ആവും നിങ്ങളെ. 47 എന്ന് പറയുന്നത് 40 + 7ൻ്റെ സ്ക്വയറാണ് അല്ലേ? 47നെ നമുക്ക് എങ്ങനെ എഴുതാം? 47നെ നമുക്ക് എങ്ങനെ എഴുതാം? 40ഉം 7ഉം സ്ക്വയറും. അപ്പം നോക്കിയേ, ഫസ്റ്റ് എഴുതാം 40ൻ്റെ സ്ക്വയർ, ലാസ്റ്റിൽ എഴുതാം എത്ര? 7ൻ്റെ സ്ക്വയർ അല്ലേ? അതെല്ലാവർക്കും അറിയാമല്ലോ. a², പിന്നെ പ്ലസ്, ഇവിടെയും പ്ലസ് ഇവിടെയും പ്ലസ്. ഇനി എന്താണ് ബ്രാക്കറ്റിൽ വരേണ്ടത്? 2 × 40 × 7 അല്ലേ? 2 × 40 × 7 ആണ് ഇത് നിങ്ങൾ 7. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 4 16, 0ൻ്റെ സ്ക്വയർ 2 0 പ്ലസ് 2 4 8 8 7 56. അപ്പോൾ 560 പ്ലസ് 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ എത്ര നിങ്ങളെ? 1600 560 49 9 6 4 10 6 6 12 1 2 22 0 9. a² + 2ab + b² കേട്ടോ. അടുത്ത 53ൻ്റെ സ്ക്വയർ. 53 എന്ന് പറഞ്ഞാൽ 50 + 3ൻ്റെ സ്ക്വയറാണ് അല്ലേ? 50 + 3ൻ്റെ സ്ക്വയർ. നമ്മൾ ആദ്യമേ 50ൻ്റെ സ്ക്വയർ എഴുതുക, ലാസ്റ്റിൽ 3ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ രണ്ടിടവും പ്ലസ് അടിക്കുക, രണ്ടിടവും പ്ലസ് കൊടുക്കുക. ബ്രാക്കറ്റിൽ ആരൊക്കെയാണ് വരുന്നത്? 2 × 50 × 3 2 × 50 × 3 അല്ലേ? 5ൻ്റെ സ്ക്വയർ 25, 0ൻ്റെ സ്ക്വയർ 2 0 2 5 10 3 30 300 പ്ലസ് 3ൻ്റെ ഇരട്ടി 6 എന്ന് എഴുതി വെക്കുന്നവരുണ്ട് നിങ്ങൾ കേട്ടോ. 3ൻ്റെ സ്ക്വയർ 9 കേട്ടോ. ഇനി 2600 അല്ലല്ല 5 3 8 അല്ലേ? അപ്പോൾ 2809 വരും കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? ആണല്ലോ. a² + 2ab
എ ബി പ്ലസ് ബി സ്ക്വയർ. അടുത്ത 88ൻ്റെ സ്ക്വയർ 2 4 5 കണക്കാണ്. 88ൻ്റെ സ്ക്വയർ 80 + 8 അതിൻ്റെ സ്ക്വയർ. സംശയം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഈ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാൻ അറിയാവുന്നുള്ളവർ ആ കമൻറ്റ് ബോക്സിൽ എന്ന് പറയണേ. ഞങ്ങൾക്കറിയാം ടീച്ചർ ആ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാം എന്നുള്ളവർ ആ കമൻറ്റ് ബോക്സിൽ എന്ന് പറയണേ നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ 80ൻ്റെ സ്ക്വയർ എ സ്ക്വയർ, പിന്നെ പ്ലസ് 2ab എ എത്ര 80, ബി എത്ര 8 പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് 8 ആണ്. 8ൻ്റെ സ്ക്വയർ. ഇതിനാണ് നമ്മൾ ഇത്രയും കിടന്ന്. ഇതറിയാവുന്ന ഒരാൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 8ൻ്റെ സ്ക്വയർ 8 8 64, 0ൻ്റെ സ്ക്വയർ 2 0, 2 8 16, 16 8 1280 വരും കുഞ്ഞുങ്ങളെ. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. 16 × 8 6 8 48, ശിഷ്ടം 4 1 8 8 9 10 12 128, പിന്നെ ഈ 0 കൂടെ പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. ഇനി 6400ഉം 1280ഉം 64 കൂടെ കൂട്ടുമ്പോൾ 4 8 6 14, 4 2 6 1 7 6 1 7 അല്ലേ, 6 1 7, അപ്പോൾ 77 44. ആ എക്സസൈസ് കഴിഞ്ഞു കുഞ്ഞുങ്ങളെ. അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇവിടെ ഇപ്പം 10 + 4 എന്ന് പറയാമെങ്കിൽ 10 അവിടുത്തെ എയും 4 അവിടുത്തെ ബിയുമാണ് കേട്ടോ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 10 × 4 പ്ലസ് 4ൻ്റെ സ്ക്വയർ കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏത് കണക്ക് തന്നാലും ഈ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇതിനകത്തിലൊന്നും എന്ത് വന്നിട്ടില്ല, ഡെസിമലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരാത്ത ആദ്യത്തെ കണക്കുകളാണ്. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ല. നമുക്ക് ഡെസിമലിൽ കയറാം. അപ്പോൾ അടുത്ത നോക്കിയോ കുഞ്ഞുങ്ങളെ, ദശാംശ വർഗ്ഗങ്ങൾ ഡെസിമൽ സ്ക്വയർ. ഇതുവരെ പഠിച്ചതിനകത്തിൽ എന്താ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ 1ഉം 2ഉം പാർട്ട് നമ്മൾ സ്ക്വയറിൻ്റെ ഇട്ടതാണ്. കമൻറ്റ് ബോക്സിൽ ചില കുട്ടികൾ ചില കണക്കിൻ്റെ ഡൗട്ട് ചോദിച്ചതാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അറിയാവുന്നവർ പോട്ടെ കുഞ്ഞുങ്ങളെ, അറിയാൻ ഒന്നുകൂടെ കാണുന്നതല്ല. കാരണം നമുക്ക് ഈ മാസം ലാസ്റ്റിൽ മന്ത്ലി എക്സാം ഉണ്ട് കേട്ടോ. ഓരോ ചാപ്റ്ററും അതാത് അങ്ങ് പഠിച്ചു പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഡെസിമൽ സ്ക്വയർ അല്ലെ ദശാംശ വർഗ്ഗങ്ങളിനകത്തിലെ ഒന്നാമത്തെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 3.7ൻ്റെ സ്ക്വയർ ആവും നിങ്ങളെ. 3.7ൻ്റെ വർഗ്ഗം കാണാൻ നോക്കണേ. ഇതുവരെ നമ്മൾ പോയിന്റ് അല്ലെ ഡെസിമൽ വന്ന കണക്കുകളൊന്നും നമ്മളിപ്പോൾ ചെയ്തില്ല. ഇനിയിപ്പോൾ ചെയ്യുന്നത് അതാ ഈ 3.0 നോക്കണേ കുഞ്ഞുങ്ങളെ. 3.7നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3.7ൻ്റെ സ്ക്വയറിനെ നമുക്ക് 3 എഴുതാം, 0.7 എഴുതാം. പിന്നെ നമ്മൾ ഒന്നാമത്തെ ലിങ്കിൽ പറഞ്ഞ ഒരിക്കലും പോയിന്റിൽ തുടങ്ങത്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അവിടെ ഇനി എപ്പോഴും എന്ത് എഴുതണം? നമ്മൾ പറയുന്നത് 0.7 0.5 0.6 എന്നാ പറയുന്നെങ്കിലും അവിടെ അപ്പം എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. പിന്നെന്താ? സ്ക്വയർ. അപ്പം ഈ 3 പേരാണ് ഓർത്തോണം കേട്ടോ. ഈ 3 പേര്. അപ്പം നമ്മൾ പഠിച്ച രീതി വെച്ച് എങ്ങനെയാ കുഞ്ഞുങ്ങളെ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ഈ കണക്കിനകത്തിൽ ഇതാ വേണ്ടത് കേട്ടോ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ, ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ചെയ്യാൻ അറിയാവുന്നവരൊന്ന് പറയണേ. നമ്മൾ ചെയ്തു വരുമ്പോൾ അത് തന്നെയാണ്. നോക്കാം, ഇവിടെ 3.7 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3.7ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്ലസ് 0.7 എന്ന് പറയണമെന്ന് പറഞ്ഞാൽ എന്താണ്ട് കേട്ടോ, 0.7ൻ്റെ സ്ക്വയർ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എയും ഇതിനെ ബിയും ആയിട്ടും എടുത്തുകൂടായോ ഇല്ലേ? ഈ ഇക്വേഷൻ വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം നിങ്ങളെ? നോക്കിക്കേ, എ സ്ക്വയർ എ എന്ന് വെച്ചാൽ ഇവിടെ ആരാണ്? 3ൻ്റെ സ്ക്വയർ അല്ലേ. 2 × എ എത്രയാണ്? 3 ആണ്. പ്ലസ് ബി എത്ര? 0.7 ആണ് ഇല്ലേ. 0.7 പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്ന 0.7ൻ്റെ സ്ക്വയർ ആണ്. ഇപ്പം മനസ്സിലായോ? ഇതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ എന്താ, ഫസ്റ്റിൻ്റെ സ്ക്വയർ 3.07 ആയതുകൊണ്ട് 3ൻ്റെ സ്ക്വയറും 0.7ൻ്റെ സ്ക്വയറും അത് ഫസ്റ്റും ലാസ്റ്റും എഴുതിയിട്ട് ബാക്കിയുള്ളതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ പറയാം കുഞ്ഞുങ്ങളെ കേട്ടോ. പക്ഷെ പറയുന്നത് ഈ ഐഡൻറ്റിറ്റി ആണ് അതിൻ്റെ യാഥാർത്ഥ്യം കേട്ടോ. അപ്പോൾ നമുക്ക് 3ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 9 ആണ്. പ്ലസ് 2 × 3 6, 6 × 0.7 പ്ലസ് 0.7 2 വട്ടം ഉണ്ടെന്നാ 0.7 × 0.7 അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? നോക്കിയേ, 9 പ്ലസ് 6 × 0.7. ഈ ഡെസിമൽ മാറ്റിക്കഴിഞ്ഞാലേ 6 × 7 42 കുഞ്ഞുങ്ങളെ. 42 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം.
പ്ലസ് നോക്കിയേ ഇവിടെയും 0.7 0.7 കൂടി ഇൻറ്റു 7 49 ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. 1 2 ലെഫ്റ്റ്. എപ്പോഴും സ്ഥാനം ഇടുന്നത് ലെഫ്റ്റിലോട്ട് മാറ്റിയാണ്. പോയിന്റിൽ തുടങ്ങത്തില്ലെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾക്കൊരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നോക്കിയേ ഡെസിമൽ കൂട്ടാൻ അറിയാൻ വയ്യാത്തവരുണ്ടെന്ന് ഞാൻ കണ്ടു നിങ്ങളെ. നോക്കിയേ നമ്മളിപ്പോൾ സമയം പറയുന്നത് 9 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 9 മണി. കണ്ടോ, 8 മണി 5 മണി എന്നൊക്കെ എഴുതുന്നത്. നിങ്ങൾ എപ്പോഴും ഈ ഡെസിമലിൻ്റെ കൂട്ടാൻ വരുമ്പോൾ ഇങ്ങനെ ഇട്ടങ്ങ് ചെയ്താൽ മതി, ഒന്നും ആലോചിക്കേണ്ട കേട്ടോ. നോക്കിയേ 9 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക. പിന്നെ പോയിന്റ് ഇടുക, പോയിന്റിൻ്റെ ഇപ്പുറത്ത് വരുന്നതിനെ എഴുതുക, അപ്പുറത്ത് വരുന്നതിനെ എഴുതുക. പോയിന്റ് ഇടുക, പോയിന്റിൻ്റെ ഇപ്പുറത്ത് വരുന്നതിനെ എഴുതുക, അപ്പുറത്ത് വരുന്നതിനെ എഴുതുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്ര? 9 4 2 6 പോയിന്റിനെ അവിടെ എഴുതുക. 9 4 10 12 12 13 13. അപ്പോൾ എത്ര വന്നു നിങ്ങളെ? 13.69. കണ്ടോ, 3 മാർക്കിൻ്റെ ഒരു ചോദ്യം അത് കേട്ടോ, ചെയ്യാൻ അറിയാമല്ലോ. അടുത്ത 5.8 5.8ൻ്റെ സ്ക്വയർ മീൻസ് വർഗ്ഗം അല്ലേ? എങ്ങനെ എഴുതാം നമുക്ക്? 5 പ്ലസ് 0.8 എന്നുള്ളതിന് നമുക്ക് 0.8 അല്ലേ? 0.8ൻ്റെ സ്ക്വയർ. എയും ബിയും A² പ്ലസ് 2AB പ്ലസ് B². ഓക്കെ, എഴുതാം. ഫസ്റ്റ് 5ൻ്റെ സ്ക്വയർ, പിന്നെന്താ 0. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കുഞ്ഞുങ്ങൾ കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചേ. ഫസ്റ്റിലത്തേൻ്റെ സ്ക്വയറും ലാസ്റ്റിലത്തേൻ്റെ സ്ക്വയറും, ഇപ്പുറത്ത് പ്ലസ്, ഇവിടെയും പ്ലസ്, പിന്നെ ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? 2 ഇൻറ്റു 5 ഇൻറ്റു 0.8. എങ്ങനെ എഴുതിയാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ വരും കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 2 5 10 10 ഇൻറ്റു 0.8 പ്ലസ് 0.8 ഇൻറ്റു 0.8 എന്ന് വെച്ചാൽ എന്താ? 0.8 2 വട്ടം ഉണ്ടെന്നല്ലേ? 25 പ്ലസ് 10 8 80 നിങ്ങൾ. 10 ഇൻറ്റു 8 80 അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു കേട്ടോ. പ്ലസ് 8 8 64 അല്ലേ? ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 1, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 1. അപ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്ത്. പോയിന്റിൽ തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു എന്താ, ഡെസിമലിൻ്റെ ഏത് കണക്ക് ചെയ്യുമ്പോഴും എന്താ ഇങ്ങനെ 0 ഇട്ട് വേണം എഴുതാൻ. പിന്നെ 0.8 എവിടാണ് ഡെസിമൽ ഇടുന്നത് ഇപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ആദ്യമേ പോയിന്റ് അങ്ങ് ഇടുക, പോയിന്റ് ഇട്ടിട്ട് പോയിന്റിന് ഇപ്പുറം ഉള്ളത് എഴുതുക, അപ്പുറം ഉള്ളത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല കേട്ടോ. 4 6 8 5 9 10 11 12 13 3 33.64 33.64 കണ്ടോ? A² പ്ലസ് 2AB പ്ലസ് B² കേട്ടോ. അടുത്ത 13.9 ടെസ്റ്റിലെ കണക്കാണ് കേട്ടോ. 13.9ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 13 അധികം 0.9ൻ്റെ സ്ക്വയർ അല്ലേ? എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ. A² പ്ലസ് അല്ലേ? A² എന്ന് പറയുന്നത് ഇത് എയും ഇത് ബിയും. അപ്പോൾ A² പ്ലസ് എ എന്ന് പറയുന്നത് ഇതാ 13ൻ്റെ സ്ക്വയർ പ്ലസ് 2AB 2 ഇൻറ്റു A 13 B 0.9 പ്ലസ് B² ബി എന്ന് വെച്ചാൽ 0.9ൻ്റെ സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 13 169. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ കേട്ടോ. 13 2 26 26 ഇൻറ്റു 0.9 പ്ലസ് 0.9 ഇൻറ്റു 0.9 169 പ്ലസ് 26 ഇൻറ്റു 9 എത്ര കുഞ്ഞുങ്ങളെ? 26 ഇൻറ്റു 9 6 54 ശിഷ്ടം 5 2 18 19 20 21 22 23 234 അല്ലേ? 234. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്ത്. പ്ലസ് 9 81 പോയിന്റ് കഴിഞ്ഞിട്ട് 1 പോയിന്റ് കഴിഞ്ഞിട്ട് 1. അപ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. അപ്പോൾ ഇവിടെ നോക്കിയേ 169.00 23.4 80.81. ഈ പോയിന്റ് നിങ്ങൾ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് മിക്കവാറും തെറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ എടുത്ത് പറയുന്നത്. ചാടി കയറി ചെയ്യരുത്. പോയിന്റിന് ഇപ്പുറത്ത് വരുന്ന എഴുതുക, അപ്പുറത്ത് വരുന്ന എഴുതുക. ഇവിടെ 1 8 4 12 ശിഷ്ടം 1 13 പിന്നെ 6 2 8 1 9 1. അപ്പോൾ എത്ര വന്നു? 193.21 ഉണ്ടോ?
അപ്പോൾ അത്രയും കണക്ക് നമ്മൾ ചെയ്തു. അത്രയും ഓക്കെ ആണല്ലോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാ. ഇപ്പോഴും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഇത് ഒന്നുകൂടെ ചെയ്തതാണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അറിയാവുന്നവർക്ക് ഇത് പടപടയെന്ന് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. കാരണം ഈ ചാപ്റ്ററിൽ ആ ഇക്വേഷൻ എഴുതുക ചെയ്യുക. അപ്പോൾ നോക്കി നിങ്ങളെ നമുക്ക് അതിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം. 13ാമത്തെ പേജിനകത്തിലെ ചുവടെ കൊടുത്ത സംഖ്യകളുടെ വർഗ്ഗം കാണുക. നമുക്ക് ഡെസിമലിൻ്റെ നോക്കാം. 2.3 അല്ലേ, 2.3 സ്ക്വയർ കാണാൻ. 2.3 സ്ക്വയർ പോയിന്റ് വന്നാൽ എങ്ങനെ ചെയ്യാം? നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.3 സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഞാൻ പറഞ്ഞില്ലേ ഈ ചാപ്റ്ററിൽ ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ത് കഴിഞ്ഞാൽ ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണെന്ന് കേട്ടോ. ഇത് അറിഞ്ഞിരിക്കുന്ന കുട്ടിക്ക് ഈ പാഠത്തിൻ്റെ ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇത് അറിയാവുന്നവർക്ക് ഇത് വെച്ച് ചെയ്യാം. എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഇച്ചിരിയെങ്കിലും മാത്സിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് ഇതിനെ എയും ഇതിനെ ബിയുമായിട്ട് വെച്ച് ചെയ്യുക എന്നുള്ള കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഇതൊന്നുകൂടെ കാണിക്കാം. എ എന്ന് വെച്ചാൽ ഇവിടെ ആരാ? 2 അല്ലേ അല്ലയോ കുഞ്ഞുങ്ങളെ? സംശയമുണ്ടോ? അപ്പം 2 സ്ക്വയർ പ്ലസ് ഈ 2 ഇവിടെ ഈ 2 എന്ന് പറയുന്നത് എല്ലായിടവും ഈ 2 കാരണം നമ്മൾ സ്ക്വയർ അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ക്വയർ ആയതുകൊണ്ടാവും നിങ്ങൾ ഇവിടെ 2 വന്നത് കേട്ടോ. ഇൻറ്റു 2 ഇൻറ്റു എ ബി ആട്ടോ. 2 ഇൻറ്റു എ എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 2 ഇൻറ്റു ബി എത്ര? 0.3 കണ്ടോ. പ്ലസ് ബി എന്ന് പറയുന്നത് 0.3യുടെ സ്ക്വയർ ആണെന്ന്. അപ്പോൾ മനസ്സിലായോ? ഇതാ സംഭവം. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്താ? ഇതിനെ നമുക്ക് ആദ്യമേ ഫസ്റ്റിനെ സ്ക്വയർ, ലാസ്റ്റിൻ്റെ സ്ക്വയർ, പിന്നെ നമുക്ക് വന്നിരിക്കുന്നതിനെ ഇടയ്ക്ക് കയറ്റി എഴുതുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു രീതി. ഓക്കെ. 2ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 4 പ്ലസ് 2 4 ഇൻറ്റു 0.3 പ്ലസ് 0.3 2 വട്ടം ഉണ്ടെന്നാ. 0.3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ അത് 2 വട്ടം ഉണ്ടെന്നാ. 4 പ്ലസ് 4 3 12 അല്ലേ. 12 ആയപ്പം ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. പ്ലസ് 3 9 പക്ഷേ 2 സ്ഥാനം മാറ്റി കുത്തിടണം. കാരണം എന്താ? ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പം 2 സ്ഥാനം മാറ്റി കുത്തിടണം എന്നുണ്ടെങ്കിൽ 2 സ്ഥാനമില്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പം 0 ഉണ്ടോ? അപ്പം ഇങ്ങനെ വരും കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി നമുക്ക് കുത്തിടണം. ഇവിടെ സ്ഥാനമില്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കി കുഞ്ഞുങ്ങളെ 4 ഉണ്ട്, 1.2 ഉണ്ട്, പിന്നെ 0.09 ഉണ്ട്. അപ്പോൾ 9 2 4 1 5 എത്ര വന്നു? 5.29. ഓക്കെ ആണോ? അടുത്തത് 8.7. 8.7 നമുക്ക് എങ്ങനെ എഴുതാം? 8 പ്ലസ് 0.7ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഐഡൻറ്റിറ്റി അറിയാൻ പറ്റാത്തവർക്ക് ഇത് നോക്കാം. എന്താ? ഫസ്റ്റിൻ്റെ സ്ക്വയറും ലാസ്റ്റിൻ്റെ സ്ക്വയറും ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടും. ഫസ്റ്റിൻ്റെ സ്ക്വയർ, ലാസ്റ്റിൻ്റെ സ്ക്വയർ, പ്ലസ് അടിക്കുക, പ്ലസ് പിന്നെ ബ്രാക്കറ്റ് ഇടുക. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? 2 ഇൻറ്റു 8 ഇൻറ്റു 0.7 ഇവിടെ ഉള്ള ആൾക്കാരെ പറക്കി ഇതിനകത്ത് കയറ്റുക. അങ്ങനെയും പഠിക്കാം. നമ്മൾ 1ാമത്തെ ലിങ്കിലൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പഠിച്ചേ അല്ലേ? പഠിച്ചായിരുന്നോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? 8ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? 8 64 പ്ലസ് 2 16 ഇൻറ്റു 0.7 പ്ലസ് 0.7 ഇൻറ്റു 0.7 64 അതുപോലെ എഴുതുക. പ്ലസ് 16 7 112 ആവും നിങ്ങളെ. 16 7 112. 0.1 ആയതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. പ്ലസ് 7 7 49 49 ആയതുകൊണ്ട് പുറത്ത് 0. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 7 7 49 അല്ലേ. 2 സ്ഥാനം വന്നു, 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര? 64 11.2 49. പോയിന്റ് എവിടാന്ന് വെച്ചാൽ പോയിന്റിൻ്റെ ഇപ്പുറത്തുള്ള എഴുതുക, അപ്പുറത്തുള്ള എഴുതുക കേട്ടോ. അപ്പോൾ എത്ര? 9 4 2 6 4 1 5 6 1 7 75.69 കണ്ടോ. അടുത്ത 10.1 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 10 അധികം 0.1 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.1ൻ്റെ അല്ലേ. 0.1 നമ്മൾ പറയത്തില്ല. 0.1ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം 10ൻ്റെ സ്ക്വയർ അല്ലേ. വേണമെങ്കിൽ 10ൻ്റെ സ്ക്വയർ അറിയത്തില്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ലാസ്റ്റിൽ ഏതാ? 0.1ൻ്റെ സ്ക്വയർ
ഇല്ലയോ? ഇവിടെ പ്ലസ് ഉണ്ട്, പ്ലസ് രണ്ടിടവും പ്ലസ് അടിച്ചേക്കണം കേട്ടോ. ഇനി എന്തൊക്കെയാ? 2 ഇൻറ്റു 10 ഇൻറ്റു 0.1. ഇവിടെ തന്നേക്കുന്ന എല്ലാം കൂടി ഇൻറ്റു അടിക്കുക. 10ൻ്റെ സ്ക്വയർ 100. 2 ഇൻറ്റു 10 20. 20 ഇൻറ്റു 0.1 പ്ലസ് 0.1 ഇൻറ്റു 0.1. 100നെ അതുപോലെ എഴുതുക. പ്ലസ് 20 ഇൻറ്റു 1 20 തന്നെയാണ് അല്ലേ? 20. പക്ഷേ എന്താ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. പ്ലസ് 1 ഇൻറ്റു 1 ഇത്ര നിങ്ങളെ 1 തന്നെയാണ് അല്ലേ? പക്ഷേ ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. നമുക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ട് 0 ഇട്ടു, 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. കൂട്ടാം. 100 2.0 0.01 അല്ലേ? അപ്പോൾ 1 0 2 0 1 102.01 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത 12.5ൻ്റെ സ്ക്വയറാണ്. 12.5ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 12 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ അടിക്കരുതോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ എ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. 12ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു ബി എത്ര? 0.5 പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് 0.5ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ എത്ര? 12 144 ആണ്. പ്ലസ് 12 2 24 ഇൻറ്റു 0.5 പ്ലസ് 0.5 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ ഇത് 2 വട്ടം ഉണ്ടെന്നല്ലേ? അല്ലാതെ വേണമെങ്കിലും എഴുതാം കുഞ്ഞുങ്ങൾ. 25 അല്ലേ? അല്ലാതെ വേണമെങ്കിലും എഴുതാം. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി ചെയ്യുന്ന കുറച്ചുകൂടെ തെറ്റത്തില്ല അപ്പം കേട്ടോ. 24 ഇൻറ്റു 5 120 ആണ്. 120. ഇനി നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടാൻ പഠിക്കണം. പ്ലസ് 5 5 25 ആണ്. ഓക്കെ, അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിട്ടു 0. അപ്പം നോക്കിയേ, 144.00 12.0 12.0.25. അപ്പോൾ 25 4 2 6 4 1 5 1 156.25. എ സ്ക്വയർ പ്ലസ് 2ab. എ എന്ന് വെച്ചാൽ ഇതാവും എ ബി, എ ബി പ്ലസ് ബി സ്ക്വയർ. ഞാൻ പറഞ്ഞില്ല, ഈ ഇക്വേഷൻ, ഈ ചാപ്റ്ററിൽ ആ ഇക്വേഷൻ പഠിക്കുക, കണക്ക് ചെയ്യുക കേട്ടോ. അതിന് ഇനിയിപ്പോൾ ഏത് പോയിന്റ് വന്നാലും പോയിന്റ് വന്നില്ലെങ്കിലും എങ്ങനെ വന്നാലും ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ ആണോ? അടുത്ത ലാസ്റ്റിലെ നിങ്ങളെ 15.7ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 15 പ്ലസ് 0.7ൻ്റെ സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ എന്ന് പറയുന്നത് 15. 15ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 0.7 പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് വെച്ചാൽ 0.7ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എത്ര? 225 ആണ്. അതൊക്കെ അറിയോ? സ്ക്വയറൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. പ്ലസ് 15 2 30 ഇൻറ്റു 0.7 പ്ലസ് 0.7 ഇൻറ്റു 0.7. 225 പ്ലസ് 37 21 അല്ലേ? 21. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്. 210 3 ഇൻറ്റു 7 21. ഇപ്പം ഇവിടെ 0 ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തുക. കാരണം ഇവിടെ എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നായതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. പ്ലസ് ഇതൊക്കെ നമ്മുടെ ഒന്നാമത്തെ ലിങ്കിൽ ഈ പോയിന്റ് മാറ്റി കുത്തിടുന്നതൊക്കെ നല്ലപോലെ പറഞ്ഞ കുഞ്ഞുങ്ങൾ കേട്ടോ. അതുകൊണ്ട് അവർ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഇനി 7 ഇൻറ്റു 7 49 അപ്പോൾ 2 സ്ഥാനമുണ്ട്, 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. നോക്കിക്കേ, 225 21.0 0.49 9 4 5 1 6 2 2 4 2 246.49 കണ്ടോ. ടെസ്റ്റിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ കണക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മളോട് ദാണ്ട ഇവിടെ വെട്ടി ചെയ്യാനുള്ള ഒരു കണക്ക് അത് ഞാൻ കണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ. ഇപ്പം 5.8ൻ്റെ സ്ക്വയർ അല്ലേ? 5.8ൻ്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 5 അധികം 0.8ൻ്റെ സ്ക്വയർ എന്നല്ലേ നമ്മൾ എഴുതുന്നത്, ഇല്ലയോ? ഇതിനെ നമ്മൾ ബോക്സ് ഇട്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇത് 2 വെട്ടം ഉണ്ടെന്നാണ്. ഇതിനെ നമ്മൾ ബോക്സ് ഇട്ട് എഴുതുമ്പം അതെ, ഇവിടെ 5 എന്ന് എഴുതും, ഇവിടെ 0.8 എന്ന് എഴുതും.
ഇവിടെ 5 എന്ന് എഴുതും, ഇവിടെ 0.8 എന്ന് എഴുതും. അപ്പോൾ ആദ്യമേ 5 ഇൻറ്റു 5 ഇതിനെ ഇതുകൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യണം. പിന്നെ ഈ കിടക്കുന്ന 0.8നെ ഈ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മനസ്സിലായോ? അന്നേരം നമുക്കിവിടെ ഒരു ആൻസർ കിട്ടും. ഇനി ഈ 5നെ ഇതുകൊണ്ട് 5 ഇൻറ്റു 0.8 മനസ്സിലായോ? പിന്നെ ഈ 0.8നെ ഈ 0.8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മനസ്സിലായോ? ഫസ്റ്റിൽ നടിങ്ങനെ, അതായത് ഇതിനെ ഇതുകൊണ്ട്, രണ്ടാമത് ഇതിനെ ഇതുകൊണ്ട്. അപ്പോൾ ആ കോളം കഴിഞ്ഞു. ആദ്യം ഇതിനെ ഇതുകൊണ്ട് ഇങ്ങനെ, ഇതിനെ ഇങ്ങനെ, ആ കോളം കഴിഞ്ഞു. രണ്ടാമത് ഇതിനെ ഇതുകൊണ്ട് ഇങ്ങനെ, ഇതിനെ ഇതുകൊണ്ട് ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഷേപ്പ് വെച്ച് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി അവർ വെട്ടിച്ച് എന്ന് പറയുന്നത് ഈ കിടക്കുന്നത് തന്നെയാണ് ഈ കിടക്കുന്നത്. അതായത് 5 ഇൻറ്റു 0.8 തന്നെയാണ് 5 ഇൻറ്റു 0.8. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് വിലങ്ങനെ എന്നവർ ഉദ്ദേശിക്കുന്നത്. കണക്കിനകത്തിൽ കളം വരച്ചിട്ട് വർഗം, എണ്ണൽ സംഖ്യയുടെ വർഗം കളം വരച്ചിട്ട് എഴുതുക. ഇതുപോലെ കളങ്ങൾ വരയ്ക്കാതെയും ഒക്കെ എഴുതാന്നുള്ളതാണ്. ഇങ്ങനെ താപ്പോട്ട് വരച്ചിട്ട് വെട്ടിയിട്ട് എഴുതാനാണ്. മനസ്സിലായോ? അതാ 2 ഇൻറ്റു എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. കളം വരയ്ക്കാൻ പറയുമ്പോൾ ഈ ഇത്രയും ആദ്യത്തെ ഈ വരയൊന്നും വരയ്ക്കല്ലേ, നിങ്ങളെ അറിയാൻ വേണ്ടി ഞാനൊന്ന് വരച്ച് കാണിച്ചാണ്. ഈ ഒരൊറ്റ വരയാണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 5.8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഈ മുമ്പ് പറഞ്ഞ a² + 2ab + b², 5ൻ്റെ സ്ക്വയർ പ്ലസ് അല്ലേ. പിന്നെന്താ ഫസ്റ്റിൽ വന്ന 5 ഇൻറ്റു 0.8 ഇൻറ്റു 2 പ്ലസ് 0.8ൻ്റെ സ്ക്വയർ അല്ലേ. നമ്മൾ 2 ഇവിടെ വേണമെങ്കിലും എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. എന്തുവായാലും ഈ 3 എണ്ണം എന്താ കാണാം? 2ab രണ്ടും ഇതിനകത്ത് വരണമെന്നുള്ളതാണ്. ആ ഇക്വേഷൻ തന്നെ വരും കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ എത്ര? 25 പ്ലസ് 2 5 10 8 80 അല്ലേ. 80ൻ്റെ 0ൻ്റെ ഒരു സ്ഥാനം. അപ്പോൾ ഇവിടെ 8 പ്ലസ് 8 64.0. അപ്പോൾ എത്ര വരും? 33.64 തന്നെ വരും കേട്ടോ. നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കും. നിങ്ങളത് പഠിച്ചവരെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് വരണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് എനിക്ക് ഒരു ആഗ്രഹം, അത് എത്ര പേര് ആ കണക്ക് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താ കുഞ്ഞുങ്ങളെ? a² പ്ലസ് 2ab പ്ലസ് b² എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും എന്തുവാന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ 10 + 4 എന്ന് തരിക, അല്ലെ 20 + 5 എന്ന് തരികയെങ്കിൽ ആദ്യം തരുന്നത് എയും രണ്ടാമത് തരുന്നത് ബിയുമാണ് കേട്ടോ. ഫസ്റ്റ് തരുന്നത് എയും രണ്ടാമത് തരുന്നത് ബിയും. അപ്പം എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ, 2 ഇൻറ്റു എയുടെ സ്ക്വയർ ഇൻറ്റു 4ൻ്റെ സ്ക്വയർ പ്ലസ് b² എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ. അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കുഞ്ഞില്ല കേട്ടോ. എന്തായാലും ഇത്രയും ചെയ്തില്ലയോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിനകത്തിൽ വേറൊരു ചോദ്യം കണ്ടു കുഞ്ഞില്ല. ഈ 3 അക്ക സംഖ്യ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് അതും എന്നോടൊരു കമൻറ്റ് ബോക്സിൽ, എല്ലാ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്. 3 അക്കം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന്. അതായത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് 436ൻ്റെ സ്ക്വയർ വന്നിട്ടുണ്ട്. 436ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെ എഴുതാം? ബോക്സ് ഇട്ടിട്ട് 400 പ്ലസ് 36 436 അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വെച്ച് ചെയ്യാൻ, കാരണം 2 ബോക്സാണ്. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ 400, ഇവിടെ നമ്മൾ 36, ഇവിടെ നമ്മൾ 400, ഇവിടെ നമ്മൾ 36. അപ്പോൾ ആദ്യം 400 ഇൻറ്റു 400 അടിക്കുക, പിന്നെ 36 ഇൻറ്റു 400. അത് ഇതിനെ ഇതും ഇവിടെ ചെയ്യുക, ഇതിനെ ഇതും ഇവിടെ ചെയ്യുക. പിന്നെ ഇതിനെ ഇവിടെ ഏതാ 400 ഇൻറ്റു 36 അല്ലേ. ഇതിനെ ഇത് പിന്നെ ഇവിടെ 36 ഇൻറ്റു 36. ഇത്രയേ ഉള്ളൂ. ഇന്ന് കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതുക. അതായത് 4 4 16 16 ഇട്ടിട്ട് എത്ര 0 ഉണ്ട് നിങ്ങൾ? 1 2 3 4 0 അല്ലേ. 36 ഇൻറ്റു 4 എത്ര? 36 ഇൻറ്റു 6 4 24, ശിഷ്ടം 2 3 4 12 13 14 144 ഇട്ടിട്ട് 2 0. പിന്നെ 36 4 ഇപ്പം നമ്മൾ ചെയ്തു. എത്ര? 14 4 2 0. 36 ഇൻറ്റു 36 36 ഇൻറ്റു 36 6 6 36, ശിഷ്ടം 3 6 3 18 19 20 21 6 3 18, ശിഷ്ടം 1 3 9 1 10 6 8 1 9 2 1 12 96. ഇവിടെ നോക്കണം കുഞ്ഞുങ്ങളെ, 3 അക്കം ആയതുകൊണ്ട് ഫസ്റ്റ് ഇതിനെ ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനെ ഇതുകൊണ്ട് ഇവിടെ,
പിന്നെ ഇതിനെ ഇതുകൊണ്ട് ഇവിടെ, ഇതിനെ ഇതുകൊണ്ട് ഇവിടെ. അപ്പം നമുക്ക് എന്നിട്ട് ഈ കിട്ടിയ ആൻസറുകൾ കൂട്ടി താണ്ട് ഇവിടെ കാണിക്കണം. ഇതൂടെ കൂട്ടിയപ്പോൾ ഇവിടെ കിട്ടി, ഇതൂടെ കൂട്ടിയപ്പോൾ ഇവിടെ കിട്ടി. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 436 ഇൻറ്റു 436 ഇൻറ്റു ചെയ്ത് നോക്കുമ്പം ഈ ആൻസർ തന്നെ കിട്ടുന്നതെങ്കിൽ അത് ശരിയാണ് കേട്ടോ. അപ്പം 3 അക്ക സംഖ്യ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഏത് രീതിയിലും ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് 3 കോളം വരച്ചിട്ട് വേണേൽ ചെയ്യാം. 400 + 30 + 6 വെച്ച് 3 കോളമൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ടെസ്റ്റ് 2 കോളം വെച്ച് വരച്ചതുകൊണ്ടാണ് ഞാനിവിടെ ടെസ്റ്റ് 2 കോളം വെച്ച് വരച്ചത്. 3 ഒക്കെ വെച്ച് വരയ്ക്കാം. നിങ്ങളെ പുതിയ 5ാം ക്ലാസ്സിൻ്റെ പുതിയ ടെസ്റ്റിനകത്തിലൊക്കെ അങ്ങനെയൊക്കെയും ഉള്ളതുണ്ട് കേട്ടോ. നിങ്ങളിതൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ സംശയം ഉണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. 4 പാർട്ടോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. അതിനകത്തൊന്നും വലിയ ഡൗട്ടൊന്നും ആരും പറയുന്നില്ല. ഇതിനകത്തിൽ ഈ 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, പോയിന്റ് വന്നാൽ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരുടെയും ഡൗട്ട് മാറിയോ നിങ്ങളെ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ടുന്നത് പരിഹാരം ചെയ്യാം കേട്ടോ. എല്ലാ കണക്കുകളും ഒരുവിധം ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയണേ. താങ്ക് യു നിങ്ങളെ, താങ്ക് യു.